നമസ്കാരം. ബംഗ്ലാദേശിൽ കഴിഞ്ഞ വർഷമാണ് അവിടെയുണ്ടായിരുന്ന ഷെയ്ഖ് ഹസീന സർക്കാരിനെ പുറത്താക്കി അവിടുത്തെ പട്ടാളം അവിടെ ഒരു അട്ടിമറി നടത്തിയത്. അതിനുശേഷം പട്ടാളത്തിൻ്റെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും ആശീർവാദത്തോടുകൂടി അവിടെ ഒരു ഇടക്കാല സർക്കാർ രൂപീകരിക്കപ്പെടുന്നു. ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഷെയ്ഖ് ഹസീന സർക്കാരാണ്. പക്ഷേ പട്ടാളത്തിൻ്റെ സഹായത്തോടുകൂടി ജമാഅത്തെ ഇസ്ലാമി ബംഗ്ലാദേശിൻ്റെ ഭരണം പിടിച്ചെടുക്കുകയാണ് സത്യത്തിൽ ചെയ്തത്. ഈ ഇടക്കാല സർക്കാരിൻ്റെ പൂർണ്ണമായ നേതൃത്വവും പൂർണ്ണമായ നിയന്ത്രണവുമെല്ലാം ജമാഅത്തെ ഇസ്ലാമിയുടെ കയ്യിലാണ്. അതുകൊണ്ടാണ് ഈ ഭരണമാറ്റത്തിന് ശേഷം ഷെയ്ഖ് ഹസീന അവിടെ പുറത്തായതിനു ശേഷം അവിടെയുള്ള മതന്യൂനപക്ഷങ്ങൾക്ക് നേരെ വ്യാപകമായ ആക്രമണങ്ങൾ ഉണ്ടായത്. ഈ ആക്രമണങ്ങൾക്കെതിരെ സർക്കാർ ചെറുവിരൽ അനക്കാത്തതും ജമാഅത്തെ ഇസ്ലാമിയുടെ ഈ നിയന്ത്രണം കൊണ്ടാണ്. ആദ്യഘട്ടത്തിലൊക്കെ ഈ ഷെയ്ഖ് ഹസീന സർക്കാരിനെ പുറത്താക്കാൻ പ്രധാന പ്രതിപക്ഷമായ ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി എന്ന BNP പിന്തുണ നൽകിയിരുന്നു. എന്നാൽ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ തനിനിറം അവർക്കിപ്പോൾ ബോധ്യപ്പെട്ടിട്ടുണ്ട്. എത്രയും വേഗം തെരഞ്ഞെടുപ്പ് നടത്തണം എന്ന BNPയുടെ ആവശ്യം. ബംഗ്ലാദേശിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയാണ് ഇപ്പോൾ BNP. ആ BNPയുടെ ആവശ്യത്തെ പോലും ജമാഅത്തെ ഇസ്ലാമി ചെവിക്കൊണ്ടിട്ടില്ല. ഇതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് ഈ ഇടക്കാല സർക്കാരിന് നൽകിയിരുന്ന പിന്തുണയൊക്കെ BNP പിൻവലിച്ചിരുന്നു. ഇപ്പോൾ BNP മോദി അനുകൂല നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ ഷെയ്ഖ് ഹസീന സർക്കാർ ഇന്ത്യയുമായും നരേന്ദ്രമോദിയുമായും യോജിച്ച് പ്രവർത്തിക്കാൻ ശ്രമിച്ചിരുന്ന ഒരു സർക്കാരാണ്. ഇപ്പോഴിതാ BNPയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അനുകൂലിച്ച് പ്രസ്താവന നടത്തിയിരിക്കുന്നു. പ്രധാനമന്ത്രി മോദിയെ പുകഴ്ത്തിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത് BNPയുടെ അധ്യക്ഷ കഴിഞ്ഞ കുറേ വർഷങ്ങളായി 1984 മുതൽ തന്നെ BNPയുടെ അധ്യക്ഷ പദവിയിൽ ഇരിക്കുന്ന ഒരു നേതാവാണ്, മറ്റൊരു വനിതാ നേതാവാണ് ബീഗം ഖാലിദ സിയ. ബീഗം ഖാലിദ സിയയ്ക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ഈ കഴിഞ്ഞ നവംബർ 23 ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരുന്നു. അവരുടെ ആരോഗ്യം ഇപ്പോഴും ഗുരുതരമായി തുടരുന്നു. അവരെ ഇന്ന് എയർ ആംബുലൻസ് മുഖേന ലണ്ടനിലേക്ക് കൊണ്ടുപോകാനിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ സാഹചര്യത്തിൽ ബീഗം ഖാലിദ സിയയുടെ ആരോഗ്യം എത്രയും പെട്ടെന്ന് പൂർവ്വസ്ഥിതിയിലാകട്ടെ, അവർ എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ എന്നൊരു സന്ദേശമാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുറിച്ചത്. ഈ സന്ദേശത്തിന് മറുപടിയായിട്ടാണ് ഇപ്പോൾ ബംഗ്ലാദേശ് നാഷണൽ പാർട്ടിയുടെ പ്രമുഖ നേതാക്കന്മാരെല്ലാം ഈ ആശംസയ്ക്ക് നന്ദി അറിയിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മറുപടി നൽകിയിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വളരെ പ്രധാനപ്പെട്ട ഒരു ലോക നേതാവാണെന്നും ഇന്ത്യയുമായിട്ടുള്ള പ്രശ്നങ്ങൾ അത് രാജ്യത്തിന് നല്ലതല്ല, രാജ്യത്തിന് ഗുണം ചെയ്യില്ല, വികസനം ആഗ്രഹിക്കുന്ന ഒരു രാജ്യമാണ് ബംഗ്ലാദേശ് എങ്കിൽ ഇന്ത്യയുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇല്ലാതാക്കി ഇന്ത്യയുമായി ഒത്തുപോകേണ്ടത് അത്യാവശ്യമാണ്. ബംഗ്ലാദേശിലും ഇന്ത്യയുടെ ഇടപെടൽ അല്ലെങ്കിൽ വികസനത്തിൻ്റെ കാര്യത്തിൽ ഇരു രാജ്യങ്ങളും സഹകരിച്ചാൽ ബംഗ്ലാദേശിന് വലിയ നേട്ടങ്ങൾ ഉണ്ടാകും. പക്ഷേ സമീപകാലത്ത് ബംഗ്ലാദേശ് പാകിസ്ഥാനുമായി കൂട്ടുചേർന്നുകൊണ്ട് ഇന്ത്യക്കെതിരായിട്ടുള്ള കരുക്കൾ നീക്കുന്നു. അത് രാജ്യത്തിന് ഗുണം ചെയ്യില്ല എന്നാണ് ഇപ്പോൾ BNP പറഞ്ഞിരിക്കുന്നത്. അതായത് ജമാഅത്തെ ഇസ്ലാമിയുടെ അജണ്ട നടപ്പിലാക്കാൻ ഇനി BNP അനുവദിക്കില്ല എന്ന ഒരു നിലപാടിലേക്ക് അവർ മാറിക്കഴിഞ്ഞിരിക്കുന്നു. രാജ്യത്ത് ഇപ്പോൾ നിലവിലുള്ള ഒരു പ്രധാന പ്രതിപക്ഷ പാർട്ടിയാണ് BNP. ഷെയ്ഖ് ഹസീനയുടെ പാർട്ടിയെ അവർ ഇപ്പോഴത്തെ ഇടക്കാല സർക്കാർ തകർത്ത് കളഞ്ഞിരിക്കുന്നു. ഷെയ്ഖ് ഹസീന ഇപ്പോൾ ഇന്ത്യയിൽ രാഷ്ട്രീയാഭയം തേടിയിരിക്കുകയുമാണ്. എന്തായാലും ബംഗ്ലാദേശിലെ രാഷ്ട്രീയ സാഹചര്യം ആകമാനം മാറുകയാണ്. ജമാഅത്തെ ഇസ്ലാമി പിന്തുണയോടുകൂടി ഭരിക്കുന്ന സർക്കാരിനെതിരെ പല പ്രതിപക്ഷ പാർട്ടികളും രംഗത്ത് വരുന്നുണ്ട്. BNPയുടെ ഈ മോദിയെ അനുകൂലിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ മോദിയെ പുകഴ്ത്തിക്കൊണ്ടുള്ള പ്രസ്താവന ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണത്തിൻ്റെ അവസാനത്തിൻ്റെ തുടക്കമാണ് എന്ന് വിലയിരുത്തുന്നവരുമുണ്ട്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.